UK-ലെ നേഴ്സാണ്. ഞാൻ ഏകദേശം ഒരു 1.5 വർഷമായിട്ട് എൻ്റെ ജോലിയിൽ പ്രശ്നമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അതെല്ലാം ഒന്ന് ശരിയായതാണ്. പക്ഷെ പിന്നെയും പ്രശ്നത്തിലേക്ക് വന്നു. ജോലി നഷ്ടപ്പെടുമെന്ന് വരെ മാനേജ്മെന്റ് പറഞ്ഞു. അപ്പോൾ ഞാൻ ബ്രദറിനെ വിളിക്കുമ്പോൾ ബ്രദർ പറയും കർത്താവ് അത്ഭുതം ചെയ്യും സിസ്റ്ററെ, പ്രാർത്ഥിച്ചോളാം, ധൈര്യപ്പെടുത്തും എന്നെ ഒത്തിരി. അങ്ങനെ കർത്താവിന്റെ വചനം ഏറ്റേറ്റ് ചെല്ലി മറിയത്തെ പോലെ നല്ല അംശം തെരഞ്ഞെടുത്ത് കർത്താവിന്റെ ചുവട്ടിലിരുന്ന് നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരുന്നുള്ള വചനം ഏറ്റേറ്റ് പറഞ്ഞ് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് വേണ്ടി ദൈവം ആ ജോലി പിന്നെയും ഇതാക്കി തന്നു. ഒരു കുഴപ്പമില്ല. എല്ലാ മഹത്വവും ദൈവത്തിനും ബ്രദറിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി കർത്താവെ. പ്രിയ സുബാന, നാളുകളായിട്ട് ആ രാജ്യത്ത് ആ ജോലിയെ നഷ്ടപ്പെടുത്തി പോകുന്ന രീതിയിൽ, അവിടെ തള്ളി മാറ്റുന്ന രീതിയിൽ പല പ്രതിസന്ധി ഉണ്ടായി. പക്ഷെ ദൈവം പറഞ്ഞു, വാഗ്ദത്തം ചെയ്ത് ദൈവം വിശ്വസ്തനാണ്, ദൈവം നിർത്തുമെന്ന് ആലോചന പറഞ്ഞു. ഇന്ന് അതിന്റെ സാക്ഷ്യം, ഇന്ന് എതിർത്തവരെല്ലാം ചെതറും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ നിലനിൽക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് ഇനിയും സമൃദ്ധിയോടെ നടത്തട്ടെ. ആമേൻ. ബ്രദറെ, എനിക്കൊരു സാക്ഷിയുണ്ട്. ബ്രദറെ, ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നദീറ എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ടിന് ഒരു ചെസ്റ്റ് മാറ്റിയതാണ്. അടുത്ത ചെസ്റ്റിലും ക്യാൻസർ ഉണ്ടോ എന്നുള്ള സംശയം കൊണ്ട് അവര് ടെസ്റ്റിന് പോയി. അപ്പോ കുറച്ചുണ്ട്, അത് മരുന്നുമ്മ മാറും എന്നുള്ള റിസൾട്ട് കിട്ടി. അപ്പൊ അന്ന് ബ്രദർ പറഞ്ഞത് അത്ഭുത സാക്ഷ്യമായി തീരുമെന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. പിന്നീട് അവർ ഡോക്ടറെ കണ്ടപ്പോൾ 6 കീമോ വേണമെന്ന് പറഞ്ഞു. വീണ്ടും ബ്രദറിന്റെ പ്രയറിൽ അവർ കയറി എന്നും ഈ അസുഖത്തിന്റെ കാര്യം പറയുമ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ കീമോ പിന്നീട് 4 മതി എന്ന് പറഞ്ഞു. പിന്നീട് അത് 2 ഇന്ന് 2ാമത്തെ കഴിഞ്ഞു. 2ാമത്തെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി വരണ്ട, അത് എല്ലാം നോർമൽ, അവളുടെ ബ്ലഡും കൗണ്ടും എല്ലാം നോർമല്. ഒരുപാട് മാത്രം ബ്രദറെ, ബ്രദർ പറഞ്ഞ പോലെ അതൊരു സാക്ഷ്യം തന്നെയായി മാറി ഇന്ന്. ആമേൻ. തീർച്ചയായിട്ടും ബ്രേസ് പറഞ്ഞത് തന്നെ. ഡോക്ടർ തന്നെ പറഞ്ഞു 6 കീമോ വേണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അവർ തുടർച്ചയായിട്ട് വചനം കേട്ട് വിശ്വസിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. 6ന്റെ സ്ഥാനത്ത് 4 4ത്തെ 2 അവസാനം ഡോക്ടർ തന്നെ പറഞ്ഞു ഒരു തരി പോലും ഒരു കുഴപ്പമില്ല, ഇനി നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടെന്ന് പറയാം. അപ്പൊ യേശു ക്യാൻസർ സൗഖ്യമാക്കുന്ന കർത്താവാണ്. ഞാൻ സഹോദരി എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് മുതൽ പറഞ്ഞാൽ ദിവ്യ ആരോഗ്യത്തോടെ എനിക്ക് ഇന്ന് നഷ്ടപ്പെട്ട ബ്രസ്റ്റ് പുതിയതുണ്ടായി വരുമെന്ന് വിശ്വസിച്ചു. പുതിയത് വരുമെന്ന് വിശ്വസിച്ചു. ദൈവത്തിന് അത് സൃഷ്ടിക്കുവാൻ കഴിയും. അങ്ങനെ ചരിത്രത്തിലുണ്ട്. കർത്താവ് ഇനിയും ആ സഹോദരി ബലപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. കാരണം ദൈവസന്നിധിയിൽ ഞാൻ നന്ദി പറയുന്നു. ഇനിയും അനേകരെ ഇതുപോലെ ബലപ്പെടുത്തുക, കർത്താവിന്റെ സാക്ഷ്യത്തിന് വേണ്ടി ഒരുക്കുക, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു സെക്കൻഡ് സഹോദരി, ഒരു മിനിറ്റ് സഹോദരി, ഒരു മിനിറ്റ് സിസ്റ്ററെ. ഞാൻ ഒരാൾ സാക്ഷ്യം പറയുമ്പം നിങ്ങളെ എല്ലാവരെയും മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് സൗണ്ട് ക്ലാഷ് ആകാതിരിക്കും. അപ്പം ഒരാളെ പറയുമ്പോൾ മറ്റൊരാൾക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടുന്ന് മ്യൂട്ട് ചെയ്യുന്നതാണ് ഇപ്പം. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. പറഞ്ഞോട്ടെ, സാക്ഷ്യമുള്ളവർ ഒന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞു. പറഞ്ഞു. ഞാനിവിടെ ഹോസ്പിറ്റലിലാണ്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് സോഡിയം കുറഞ്ഞു പോയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കോതമക്കൽ കരുണക്കാരന് ചർച്ചയിൽ ആയിരുന്നപ്പോൾ തന്നെ ഞാൻ ഫോണിൽ നോക്കുമ്പോൾ ഒരു 5-6 മിസ് കോൾ കണ്ടപ്പോൾ ഞാൻ പിന്നെ ഒരാൾ വിളിച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് സോഡിയം കുറഞ്ഞു പോയി, ഒത്തിരി കൂടുതലായി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്. ഒരു ഹോസ്പിറ്റൽ കൊണ്ടുപോയപ്പോൾ അവിടുന്ന് താലൂക്ക് ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടുന്ന് പിന്നെ രാത്രി 10:30 പറഞ്ഞ് ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടുന്ന് പിറ്റേ ദിവസം ഉച്ച പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും ദൂരെ കൊണ്ടുപോകാൻ അവിടെ പോയി നിൽക്കാനൊക്കെ ആൾ കുറവായതുകൊണ്ട് ഞങ്ങൾ 4 പെൺകുട്ടികളാണ്, അതുകൊണ്ട് പെണ്ണുങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാതെ ഇവിടെ മേപ്പാടി വിൻസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ, അത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജില്ല, അപ്പോൾ അവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒത്തിരി പൈസയായി. ഞങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങനെ പൈസയൊന്നും അധികം ഇല്ല. അപ്പോൾ എല്ലാവരും കൂടിപ്പിടിച്ചൊക്കെ പോകുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസിൻ്റെ അതിൻ്റെ ഇത് ചെയ്യാൻ നോക്കി. അന്നേരം നോക്കുമ്പോൾ അമ്മേൻ്റെ ഫോം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 3-ാം ദിവസമായിരുന്നു. അപ്പോൾ ഇവര് എല്ലാവരും, ഞാനും എൻ്റെ മോനും മാത്രമേ വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മാത്രമേ ഞങ്ങളുടെ കുടുംബത്തിലായിട്ട് ഇവിടെ ഉള്ള വിശ്വാസത്തിലായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അനിയത്തിയും ചേച്ചിയൊക്കെ കൂടി ഉണ്ട്, അവരൊന്നും വിശ്വാസത്തിലല്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് ആധാറിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ദിവസം പോയി, രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് പോയി. അമ്മേനെ കൊണ്ടുപോയി അവരിവിടെ വന്ന് നോക്കി ചെയ്യാറുണ്ട്. ഇന്ന് അവസാനം പറഞ്ഞിട്ട് ഒന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൂടെ പോയിട്ട് അവിടെ പോയി നിന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് ഇവിടെ കാണാൻ അവർ വിശ്വാസത്തിൽ വേറെ ദൈവത്തെ വിളിക്കുന്നു. അപ്പം ഞാനിങ്ങനെ എൻ്റെ യേശുവിനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ മനസ്സിൽ ഉറച്ച് പറയുന്നുണ്ട് ഇത് ശരിയായി കിട്ടുമെന്ന്. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു എത്ര നോക്കിയിട്ടും കിട്ടുന്നില്ല. അപ്പോൾ പറഞ്ഞു അവസാനമായിട്ട് ഒറ്റ പ്രസവം നോക്കാം, ഈ പ്രസവം നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഇങ്ങനെ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നത് നീ അവിടെ നിന്ന് പോയിട്ട് 10-35 ആൾക്കാർ കൂടുതലുണ്ട് അവിടെ നിൽക്കുന്നത്.
അപ്പൊ എന്നോട് എന്റെ ദൈവത്തിന്റെ ആത്മാവ് പറയും, ഇവിടെ നീ അവിടെ നിന്ന് മുഴങ്കാൽ മടക്കിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ, ആ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് മുഴങ്കാലം മടക്കി നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കൊരു മടി, ഇത്ര ആൾക്കാരെ വെക്കുന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ, അതൊക്കെ നോക്കൂല, കാണണ്ടെന്ന് തോന്നി. അപ്പൊ പിന്നെയും പറയും എന്നോട്, എന്താ പറയാ, നീ അവിടെ നിന്ന് മുഴങ്കാൽ മടക്കി, ഞാൻ ഇപ്പൊ ഇത് ശരിയാക്കി തരാമെന്ന്. അപ്പൊ ഞാൻ അവിടെ നിന്ന് അവിടെ തന്നെ വേഗം നിന്ന് അമ്മയുടെ സ്ട്രെച്ചറെ കൈ പിടിച്ച്, അമ്മയുടെ മേത്ത് കൈ പിടിച്ച് ഞാൻ അവിടെ മുഴങ്കാലിൽ നിന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ്, അങ്ങ് അവിടുന്ന് ആ തോലുണങ്ങി മണ്ണെല്ലാം ഒന്ന് അണിഞ്ഞും കണ്ടത്, അങ്ങനെ അതെല്ലാ വചനങ്ങളും എല്ലാം കുറേ പറഞ്ഞു, ഒത്തിരി പറഞ്ഞു. എനിക്കറിയാം എന്റെ ദൈവത്തിന് ഇത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. ആദ്യം കാണുമ്പോൾ അവർക്ക് വിശ്വാസത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അത് പറഞ്ഞു ശരിയായെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ എഴുന്നേറ്റ് ഞാൻ ദൈവത്തിന് ഒച്ചയിൽ അങ്ങ് മഹത്വം പറഞ്ഞു, ഞാൻ കരഞ്ഞു പറഞ്ഞു. അപ്പൊ എന്നോട് എന്റെ അനിയത്തി പറഞ്ഞു, നീ അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു, മാറി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പോകില്ല, ഞാൻ ഇവിടെ നിൽക്കുന്നു, എന്റെ ദൈവം ചെയ്ത അത്ഭുതം ഞാനത് കാണുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനതൊന്ന് പ്രാർത്ഥിച്ചോണ്ട് ഞാൻ വൈകുന്നേരത്തെ മീറ്റിംഗ് ഞാനത് പറഞ്ഞു. ഇവിടെ വന്നിട്ട് 2 ദിവസമായിട്ട് തോന്നുന്നു മീറ്റിംഗ് കൂടാൻ കഴിഞ്ഞില്ലായിരുന്നു. പിന്നെ ഞാനത് എന്തായാലും ഇത് കൂടി ഞാനത് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ ആ റിസൾട്ട് കർത്താവ് അനുകൂലമാക്കി വന്ന കൃപയ്ക്ക് നന്ദി. അവിടെ നിയോഗം പോലെ തന്നെ കർത്താവ് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നിയോഗം കൊടുത്തു. ആ സഹോദരി അത് ഏറ്റെടുത്തു, അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു. ആ റിസൾട്ട് അനുകൂലമായി തന്നെ ആ ഹോസ്പിറ്റലിൽ കാണാൻ ഇടയായി തീർന്നു. ദൈവമക്കള് വിശ്വസിക്കണം, കർത്താവിന്റെ വചനത്തിൽ മുറുക്ക പിടിച്ചോണം. ദൈവരാജ്യത്തിൽ നിന്നും അത്ഭുതങ്ങൾ വരുന്നുള്ള തെളിവാണ് പ്രിയ സഹോദരി പറഞ്ഞത്. ആ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട്, ക്യൂവിൽ നിന്നുകൊണ്ട്, അവിടെ നിന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പറഞ്ഞുകൊണ്ട് റിസൾട്ടിന്റെ മേൽ യേശു മുഴങ്കാലം അടക്കി നിന്നിട്ട് പ്രാർത്ഥിക്കുക. ആമേൻ. മുഴങ്കാൽ നടന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ചില നിയോഗത്തിന്റെ അകത്തുനിന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അത് സാക്ഷിയാക്കാൻ ഇടയായി തീർന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും അനേക 1000 സാക്ഷ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമമഹത്വമായി തീരട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇന്നലെ ജെയിംസ് എന്ന് പറഞ്ഞ ഒരാളുടെ പറഞ്ഞിരുന്നു, ജെയിംസിന് മൂത്ത സഹോദരനുണ്ട്, തലമുറകളെ അനുഗ്രഹിക്കുന്നു. ഇതെന്റെ ഭർത്താവാണ്, ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്തു സിസ്റ്റർ. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ബ്രദർ പറഞ്ഞല്ലോ 1993 ജനിച്ച ഒരു കുട്ടി, അത് എന്റെ അനിയത്തിയാണ്. അനിയത്തി സൂമിലുണ്ട്, പക്ഷെ മൂട്ട് തുറന്ന് പറയാൻ അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് പിന്നെ മഴ സമയത്താണ് ജനിച്ചത്, ജൂലൈ മാസം വൈകുന്നേരമാണ് ജനിച്ചത്. അപ്പൊ ഇതിപ്പോ ബ്രദർ പറഞ്ഞു, കൂടാതെ ആ പെൺകുട്ടി സ്വന്തം ഇഷ്ടത്തിൽ ഒരുത്തന്റെ കൂടെ പോയി ഭയങ്കര ശാപത്തിലും പാപത്തിലും പെട്ട് കുട്ടി അവിടുന്ന് ബന്ധം വേർപിരിഞ്ഞ് ഇപ്പൊ തിരിച്ച് അമ്മയുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അതിനെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു. പക്ഷെ അവര് ഇങ്ങനെ ശപിക്കലും ഒരുപാട് ദ്രോഹങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടവരാണ് പോയ വീട്ടുകാര്. അപ്പൊ അങ്ങനെയൊക്കെ വിഷമം കർത്താവ് കണ്ടാണ് ബ്രദറിലൂടെ ഇപ്പൊ ഈ ആ കുട്ടീനെ വെളിപ്പെടുത്തിയത്. അപ്പൊ അത് ദൈവകൃപയാല് അത് നല്ലൊരു വിവാഹം ചെയ്ത് ജീവിക്കുവാൻ വേണ്ട കൃപക്ക് വേണ്ടി ബ്രദറും നമ്മുടെ കർത്താവ് ഇന്ന് ഇടപെട്ടതാണ്. ആലോചന വ്യക്തിയുടെ ജീവിതത്തെ ജനിച്ച ദിവസത്തെ കർത്താവ് വ്യക്തമായി ഇടപെട്ടതാണ്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ആ മകളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ നോക്കിയ സകല പിശാചിന്റെ പ്രവൃത്തികളിൽ നിന്നും ദൈവത്താൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവിയുണ്ട്. വചനത്തിലും പ്രാർത്ഥനയിലും ചേർന്നിരിക്കാൻ പറയണം. തമ്പുരാൻ അനുഗ്രഹിക്കപ്പെട്ട ഭാവിയെ തുറക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ബ്രദറെ, ഞാൻ പറഞ്ഞു ബ്രദറെ ഒരു സാക്ഷ്യം. പറഞ്ഞു ബ്രദറെ, എനിക്ക് ഒരു ജോലിയുടെ കാര്യം ഞാൻ ബ്രദറിന്റെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിന് പോയി, നാളെ കയറാൻ പറഞ്ഞിരിക്കുകയാണ് ബ്രദറെ. ഞാൻ നാളെ ജോലിക്ക് കയറുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് 1000 രൂപ എനിക്കൊരു അത്യാവശ്യമായിരുന്നു ബ്രദറെ. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ മാമന്റെ മോളടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് അവൾ ഓരോരുത്തരടുത്ത് ചോദിച്ചിട്ടും അറിഞ്ഞില്ല. ഞാൻ 7:30 സന്ധ്യയ്ക്ക് 7:30 മണി വരെ ഞാൻ 1000 രൂപയ്ക്ക് അലഞ്ഞിട്ട് ഞാൻ ഈ ഒരു വചനം പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമോ, 1000 രൂപ എനിക്ക് ഇപ്പൊ തന്നെ എൻ്റെ കർത്താവിന്റെ മഹത്വത്തോടെ തൻ്റെ ധനത്തിൽ എനിക്ക് വേണോ അപ്പാന്ന് പറഞ്ഞ് ഞാൻ വായിൽ നാക്കിട്ടതേ ഉള്ളൂ ബ്രദറെ. ഞാൻ പൈസ കൊടുക്കാനുള്ള കൊച്ച് എന്നെ വിളിച്ച് വഴക്ക് പറയാനായിട്ട് വിളിച്ച് എന്നെ വഴക്ക് പറഞ്ഞപ്പോ ഞാൻ ഈ കാര്യം പറഞ്ഞു. ഉടനെ ആ കൊച്ച് എനിക്ക് 1000 രൂപ ഇട്ട് തന്നു ബ്രദറെ. ഞാനതൊരു വലിയ സാക്ഷ്യം പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും പ്രിയസ് പറഞ്ഞ പോലെ 1000 എന്നുള്ളത് ചിലർക്ക് ചെറിയ സംഖ്യയായിരിക്കും, പക്ഷെ പ്രിയ സഹോദരിക്ക് അത് വലിയ തുകയാണ്. നമുക്ക് ചെറുത് പോകുന്നത് മറ്റുള്ളവർക്ക് അത് വലുതാണ്. പ്രിയ സഹോദരി പ്രാർത്ഥിച്ചതുപോലെ തന്നെ, വിശ്വസിച്ചതുപോലെ തന്നെ, അത് മാത്രമല്ല ദൈവം ഇടപെട്ടൊരു ജോലി മേഖലയെ ദൈവം തുറന്നു. ഇന്ന് ആ തുക തുറക്കുവാൻ ഇടയാത്തത്. ഇത് മാത്രമല്ല, ഇനിയും ദൈവം ബൈബിളിൽ പറഞ്ഞ പോലെ തന്നെ കർത്താവ് സമൃദ്ധി തുറക്കും. ഇനിയും സമൃദ്ധിയായി നിറയ്ക്കും.
യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഹലോ ബ്രദർ ഇപ്പം പറഞ്ഞായിരുന്നല്ലോ ഒരു നമ്പർ 1539 എന്ന് പറഞ്ഞ നമ്പർ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നേ. ഹലോ കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഹലോ കേൾക്കുന്നുണ്ട്. മോന്റെ സൗദിയിലെ മൊബൈൽ നമ്പർ, ഈ നമ്പർ അടുപ്പിച്ചല്ല, പക്ഷെ ഈ നമ്പറുകളുണ്ട് 1539. അവനിപ്പം 3-ാം തീയതി ഒരു എക്സാം ഉണ്ട്, CBT എക്സാം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു എക്സാം ഉണ്ട്. അപ്പൊ ഞാനത് ഏറ്റെടുക്കുവാണ്, പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും സിസ്റ്റർ, ഈ നമ്പർ ഒരു അടയാളമായി കാണിച്ചാണ് സിസ്റ്ററെ. അപ്പൊ ഈ നമ്പർ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇത് വെളിപ്പെടുന്നത് ഓരോ അടയാളങ്ങളാണ്. അപ്പൊ ഈ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റ് എന്ന് എടുത്തു പറഞ്ഞായിരുന്നു. അപ്പൊ ആ എക്സാം കർത്താവ് ഒരു അത്ഭുതമാക്കും. ആ രാജ്യത്ത് ദൈവം ഫലം കായ്ക്കും കേട്ടോ. സ്തോത്രം. ആമേൻ. സ്തോത്രം. കർത്താവ് അത് സാക്ഷിയാക്കി. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷിയോട് ബ്രദറെ പറഞ്ഞല്ലോ ശ്രീമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ആ കൊച്ചിന് വിളിപ്പേരാ ശ്രീമോള്, വേറെ ഐശ്വര്യലക്ഷ്മി എന്നുണ്ടാകും. അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിച്ച അത് ശരിയാകുമോ? അത് ഏറ്റെടുത്തു സിസ്റ്റർ, കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഓ ശരി. കേൾക്കുന്നുണ്ട്. ബ്രദറെ ആദ്യം പറയട്ടെ മോളെ. ബ്രദറെ, എന്റെ മോള് കാനഡയില് ടോയ്ലറ്റിൽ തെന്നി വീണു. കൈ 2 ദിവസമായിട്ട് നീരും വേദനയായിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, കൈക്ക് യേശുവിന്റെ പിണരാൽ സൗഖ്യം ഉണ്ടാവിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോ നീരും പോയി, വേദനയും പോയി. ആമേൻ. നന്ദി കർത്താവ്. ആന്റി പറഞ്ഞ പോലെ തന്നെ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കയ്യില് വേദന നീരും ഉണ്ടായിരുന്നു, പയ്യെ പോകത്തുള്ളൂ. പക്ഷെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, അത് മുഴുവനും നീരും പറ്റി, വേദനയും പോയി. യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. ആമേൻ. ഗോഡ് ബ്ലസ് യു ആന്റി. ഒരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. ധൈര്യമായിട്ട് പറഞ്ഞു. എനിക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ബ്രദറെ, എനിക്ക് സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. ഞാനാണ് പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. അപ്പം വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നലെ ഞാൻ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇന്നലെ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച്. ബ്രദറിന് ഒരുപാട് നന്ദിയുണ്ട്. പ്രഗ്നന്റ് ആയതുകൊണ്ട് മെഡിസിൻസ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പക്ഷെ ഈ ദൈവം അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ഇപ്പോഴും സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എങ്കിലും പൂർണ്ണമായും മാറ്റി തരുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും റിയസ് പറഞ്ഞ പോലെ തന്നെ 6-ാം മാസമാണ് കുഞ്ഞുമായിട്ട് ഉദരത്തിലായിരിക്കുന്നത്. ഒരു വാർത്തയുടെ നാളുകളായിട്ട് തലമുറയില്ലാതെ ഭാരപ്പെട്ട സഹോദരിയാണ്. ദൈവം ആ ഉദരത്തെ തുറന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നഷ്ടപ്പെടുത്തുവാൻ ദൈവം സമ്മതിക്കത്തില്ല. കർത്താവെ, ഇന്ന് പ്രിയമാക്കി കൊടുത്ത സൗഖ്യത്തിനും ഉദരത്തിലായ കുഞ്ഞിനും നന്ദി പറയുന്ന ഒരു വാക്തത്വമാണല്ലോ. നാളിതുവരെ നീണ്ട കാലഘട്ടത്തിൽ നിന്ന് ഒരു വിടുതലാണല്ലോ. ഇനിയും കർത്താവെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആ ബുദ്ധിമുട്ട് ഇപ്പൊ തന്നെ അതുയേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ബ്രദറെ, ഒരു സാക്ഷിയുണ്ട്. ഹലോ ബ്രദർ പറഞ്ഞില്ലേ, ഒരു ബസ് ഇറങ്ങി ഒരു കയറ്റം കയറി ഇടതുവശത്ത് ഒരു കുഴി പോലെ ഒരു വഴി കൂടെ പോയിട്ടൊരു വീട് എന്ന് പറഞ്ഞല്ലോ. അത് ആ വീട് അവര് മാറാൻ പോവാണെന്ന്. അത് എന്റെ ഫ്രണ്ടിന്റെ വീടാണ്. അവര് ആഗസ്റ്റ് മാസത്തില് ആ വീട് കടവും ബാധ്യതയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അവര് ആഗസ്റ്റ് മാസത്തിൽ അവിടെ നിന്ന് മാറാൻ തീരുമാനിച്ച് വേറെ ഒരു വാടക വീട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ആ സാക്ഷ്യം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ബ്രദറെ. അവരോട് ഈ ആലോചന അയച്ചുകൊണ്ട് വേഗത്തിൽ വയ്ക്കണം. അവരുടെ ജീവിതത്തിൽ ദൈവം അവരെ അനുഗ്രഹിക്കാൻ തയ്യാറാണ്. വചനത്തിലും പറയണം. അതിരുകളെ വിശാലമാക്കും കേട്ടോ. അവരും ഈ പ്രയർ കേൾക്കുന്നുണ്ട് ബ്രദറെ. അവരോട് തീർച്ചയായിട്ടും പറയണം. കർത്താവുമായിട്ട് ചേർന്ന് നിന്നോണം. വലിയൊരു വഴിത്തിരിവ് ഉണ്ടാകാൻ വേണ്ടി പോയി മാറ്റം കേട്ടോ. ആമേൻ. ഹലോ ഹലോ കേൾക്കുന്നുണ്ട്. ഹലോ ബ്രദർ, 3 മാസത്തിലധികമായിട്ട് ഈ മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കാറുണ്ട്. മിക്കവാറും ദിവസങ്ങളിലെല്ലാം പങ്കെടുക്കും. 5-6 ദിവസം ഇടയ്ക്ക് വിട്ടുപോയി കാണും. എനിക്ക് ഓരോ പ്രശ്നങ്ങളുണ്ട്. ആദ്യം ഞാൻ പ്രാർത്ഥനയുടെ വിഷയം എഴുതി അറിയിച്ചു പിന്നെ ഞാൻ അതങ്ങനെ അങ്ങോട്ട് അറിയിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇതിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ
എനിക്ക് ഒത്തിരി വിഷയങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഉത്തരം ലഭിച്ചിട്ടില്ല. പക്ഷെ ഒത്തിരി മാറ്റം, ഒത്തിരി മനസ്സിന് ഒത്തിരി എന്താ പറയണ്ടേ, വളരെ കോൺഫിഡൻസും വളരെ ധൈര്യവും കിട്ടിയിട്ടുണ്ട്. ഒത്തിരി സമാധാനം വന്നിട്ടുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളുടെ രൂക്ഷത ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പം പാസ്റ്റർ പറഞ്ഞ പോലെ വചനം റൈറ്റ് വേയിൽ അത് സ്വീകരിക്കാനും ആത്മാവിൽ അത് ശക്തിപ്പെടാനും എല്ലാം ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾക്കെല്ലാം ഒരു എൻഡ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഈ മാറ്റം ഒരു തുടക്കമാണ്, അത് പൂർണ്ണതയിലേക്ക് എത്തും. ബൈബിളിൽ പറഞ്ഞ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. സാക്ഷ്യമാക്കിയ യേശു മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സഹോദരൻ. കർത്താവ് സമൃദ്ധമാകട്ടെ. ബ്രദറെ, ഞാൻ പറഞ്ഞു. ബ്രദർ പറഞ്ഞു ഈ വചനിലെ അഭിഷേകം നിമിത്തം മുഖം തകർന്നു പോകും. ആ ഒരു വചനം ഒരു സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ കർത്താവ് ഒരു കുപ്പി തൈലം പൊട്ടിച്ചിട്ട് എന്റെ തലയിൽ ഇങ്ങനെ ഒഴിക്കുന്നതായിട്ട് ദർശനം കാണിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം എനിക്ക് വചനം മറ്റുള്ളവരോട് പറയുവാനും അതുപോലെ തന്നെ ആരാധന സ്വാതന്ത്ര്യം പലപ്പോഴും നിന്നു പോകുന്ന വിധത്തിലൊക്കെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പക്ഷെ ഇന്ന് വരെ എനിക്ക് ആരാധന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ആരാധനയ്ക്ക് പോകുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരോട് വചനം പറയുവാനും വചന ശുശ്രൂഷകളിൽ പങ്കെടുക്കാനും ദൈവം എന്നെ കൂടുതലായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു വചനം കേട്ടതോടുകൂടി അഭിഷേകം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് എനിക്കിപ്പോ മനസ്സിലായി ബ്രദറെ. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ, അഭിഷേകത്തെ ജ്വലിപ്പിക്കുക. അനേക ഇടങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയാക്കി ദൈവം മാറ്റും. വർദ്ധിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ, പറഞ്ഞു. പ്രൈസലോട് ബ്രദറെ, KP എന്ന് ഇന്ന് ആലോചന പറഞ്ഞില്ലേ? എന്റെ പേരിന്റെ തുടക്കമായിരുന്നു KP, കളപ്പുരക്കുടി പൗലോസ് ഹെൻറി എന്ന്. അത് ഏറ്റെടുത്തു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു സാക്ഷിയാക്കാൻ വേണ്ടി പോകട്ടോ. ഗോഡ് ബ്ലസ് യു. ഓക്കെ, താങ്ക് യു ബ്രദർ. ആമേൻ. ഹലോ പറഞ്ഞു. ഹലോ, ആ ബ്രദറെ, ഒരു മോൾ എന്ന് പറഞ്ഞില്ലേ ബ്രദർ, അതെന്റെ മോളാണ്. ഏറ്റെടുത്തു സിസ്റ്ററെ. കർത്താവ് ഒരു സാക്ഷിയാക്കി മാറ്റും. മോളുടെ ഭാവിയെ ദൈവം തുറക്കാൻ വേണ്ടി പോകട്ടോ. ആ കുടുംബത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി പോവാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദറെ, ഇന്നൊരു ആലോചന പറഞ്ഞത് ഈ മെഷീൻ വാതക്കിൽ ഇരിക്കണ ഇങ്ങനെ പ്ലാസ്റ്റിക് വെച്ച് മൂടി വെച്ചേക്കെന്ന് പറഞ്ഞ് അത് മുറിയിൽ ഇരിക്കുമായിരുന്നു. ആ മെഷീന്, തയ്യൽ മെഷീൻ, അത് ഞാൻ വെളിയിലോട്ട് ഭാഗത്തിലോട്ട് ഹാളിലോട്ട് ഇറക്കി വെച്ചേക്കുമായിരുന്നു. ഇന്നലെ മുതൽ ഞാൻ ഒരു ചെറിയായിട്ടൊരു ബിസിനസ് തുടങ്ങി. ഇങ്ങനെ പൊടികൾ നേരത്തെ കോവിഡിന് മുമ്പൊക്കെ ചെയ്യുമായിരുന്നു, പിന്നെ അത് നിർത്തിയായിരുന്നു. പിന്നെ ബ്രദറിന്റെ ഈ പ്രാർത്ഥനയിൽ കൂടിയ പിന്നെയാണ് പിന്നെയും ഒരു ധൈര്യം വന്നത്. ഞാനൊരു രോഗിയെ നോക്കാൻ പോകുന്നുണ്ടായിരുന്നു. അവിടെ പോകുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കണം. അപ്പൊ എനിക്ക് ആരോട് സുവിശേഷം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഇനി കുറച്ചു നേരം ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാതെ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചോ, ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് കൊണ്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇന്നും പോയായിരുന്നു. അപ്പൊ അത് ഇന്ന് ആലോചന കേട്ട് ഞാൻ ഏറ്റെടുക്കുന്നു. എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു അത്, ഇന്നലെയും ഇന്നും. തീർച്ചയായിട്ടും ചെറിയ അതെ, അതങ്ങ് വർദ്ധിക്കും. കർത്താവ് ഈ അടയാളം വെളിപ്പെടുത്തിയതാണ്. ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വർധനം ഉണ്ടാകും. പ്രാർത്ഥിച്ചും കൈവച്ച് വിറ്റു, അതിനോട് ആകർഷണം ജനത്തിൽ തോന്നും. അത് മേഖലയിൽ വലിയൊരു നന്മയായി ദൈവം ആരോടും കൈ നീട്ടാതെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ദൈവം അത് മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഒരു വർഷത്തെ സാക്ഷ്യം എനിക്ക് ഒരുപാട് കിടപ്പുണ്ട് ബ്രദറെ. ഞാൻ ഈ സൂമിൽ കയറാൻ തുടങ്ങിയതിന് ശേഷം എന്നെ കർത്താവ് ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ബ്രദറെ എറണാകുളത്ത് വന്നപ്പോഴും ഞാൻ വന്നിട്ടുണ്ട്. എന്റെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ അവിടെ പറഞ്ഞതാണ്. ബ്രദറിന്റെ കൈവെപ്പ് മാത്രം തലയിൽ കിട്ടിയില്ല, പക്ഷേ എന്റെ വളകളെല്ലാം വിറ്റുപോയി. ഞാൻ കണ്ണീരോട് ഒഴുക്കിയിരുന്നു. കർത്താവ് അതെല്ലാം എനിക്ക് തിരിച്ചു തന്നു ബ്രദറെ. അതുപോലെ സ്വർണത്തിന്റെ വളകളൊക്കെ എനിക്ക് മേടിക്കാനുള്ള കൃപകൾ തന്നു. ലോണുകൾ മുടങ്ങാതെ അടക്കാനുള്ള കൃപകൾ തന്നു. കുടുംബത്തിൽ സമാധാനം തന്നു. കഴിഞ്ഞ ജൂലൈയിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ സൂമിൽ കയറിയത്. അതിനുശേഷം ഞാൻ ഈ ഞായറാഴ്ചത്തെ ആരാധനക്ക് പോയില്ലെങ്കിലും എനിക്ക് തകർച്ചകളൊന്നും ദൈവം തരാറില്ല. ഈ സൂമില് ഈ വചനത്തിന്റെ ശക്തിയാല് ഞാനിപ്പോ എന്റെ മുട്ടിന് ലോക്ക് വീണിട്ടും മുട്ടുവേദനയായിട്ട് ബ്രദർ ഈ സൂമിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സഹോദരി മുട്ടുവേദന എടുത്ത് കരഞ്ഞ് വിഷമിച്ചിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ജൂലൈയിൽ വന്നതിന് ശേഷം ബ്രദർ പറഞ്ഞു എന്റെ ആ വേദന തൽക്ഷണം മാറി. ഞാനിപ്പോ ഹോം നഴ്സിംഗ് ആയിട്ട് എനിക്ക് സമയം കിട്ടുന്ന മാസങ്ങളിലൊക്കെ ഞാൻ പോയി ജോലിക്ക് പോകുന്നുണ്ട്.
എനിക്ക് ഒരടി വീട്ടിൽ നിന്ന് മുറ്റത്തോട്ട് ഇറങ്ങാനോ പ്രയറിന് പോകാനോ ആരാധനയിൽ കൂടിയാൽ പോലും എനിക്ക് ഇത്രയും വലിയ സൗഖ്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് എനിക്ക് ഈ സൂം മീറ്റിംഗ് ബ്രദറിന്റെ ഈ വചനത്തിലൂടെയാണ് എനിക്ക് എല്ലാ സൗഖ്യം കിട്ടി. ഒരുപാട് അനുഗ്രഹം, എണ്ണ തീരാത്തോണ അനുഗ്രഹം എനിക്ക് ഈ ഒരു വർഷം കൊണ്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട് ബ്രദറെ. അപ്പൊ എനിക്ക് എന്റെ 6 വള വിറ്റ് പോയിട്ടുണ്ടായി. ഞാനത് എന്നും കണ്ണീരോടെ പറയും, കർത്താവേ എന്തോരം കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്, പെരപണിക്ക് വിറ്റതാണെങ്കിൽ പിന്നെ എനിക്കത് മേടിക്കാൻ പറ്റണം. കർത്താവ് എനിക്ക് പല പല പ്രാവശ്യങ്ങളായിട്ട് ഈ ഒരു വർഷം കൊണ്ട് 6 വളയും എനിക്ക് മേടിക്കാൻ കർത്താവ് കൃപകൾ തന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹം എണ്ണ തീരൂല ബ്രദറെ. എനിക്ക് ഈ വചനവും ബ്രദറിന്റെ പ്രാർത്ഥന, ബ്രദർ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമാണ്. സ്വർഗം കണ്ടുകൊണ്ടാണ്, സ്വർഗത്തിൽ നിന്നാണ് വരുന്ന എല്ലാ കൃപയും. അതെല്ലാം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു വർഷം, ഈ ജൂലൈ വരുമ്പോ ഒരു വർഷം, ആ സാക്ഷ്യം എനിക്ക് തീരാത്തോണമുണ്ട് ബ്രദറെ. അത്രത്തോളം അനുഗ്രഹം. എന്റെ ഹസ്ബൻഡ് കൈ പൊള്ളി വെന്തു പോയതാണ്. അതും കർത്താവ് സ്വർഗത്തിൽ നിന്ന് സ്കിൻ അയച്ചു തന്നു. അതും ആ മനുഷ്യന് സൗഖ്യം തന്നു. ഇപ്പൊ അതിനും ജോലിക്ക് പോകാൻ കൃപ കിട്ടി. എല്ലാനും ദൈവത്തിന്റെ കൃപയും വചനത്തിന്റെ ശക്തിയാണ് ബ്രദറെ. അത് ഞാനിപ്പോ എപ്പോഴും എന്റെ ഉള്ളിലായി പറയും, ഒരിക്കലെങ്കിലും ഏറ്റേറ്റ് പറയും, തുടർന്ന് പറയാം. അനേകം പേര് വിശ്വാസത്തിൽ അടി ഉറച്ചു നിൽക്കട്ടെ എന്ന് കർത്താവ് എന്റെ ഹൃദയത്തിൽ എപ്പോഴും പറയും ബ്രദറെ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് വീണ്ടും പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം ഓരോ സാക്ഷ്യങ്ങളായിട്ട്. പക്ഷെ എനിക്ക് കിട്ടിയ അനുഗ്രഹം എനിക്ക് ഒരിക്കലും തീരാത്ത ഒരു കടപ്പാട് എന്റെ യേശുപ്പനോടുണ്ട്. അതിലുപരിയായിട്ട് എന്റെ ബ്രദർ അത്രക്ക് ശക്തിയാലാണ് ഓരോന്നും സ്വർഗം കണ്ടുകൊണ്ടാണ് ബ്രദർ പറയുന്നത്. സ്വർഗത്തിൽ നിന്നാണ് വരുന്ന ഓരോ വചനം. അതെല്ലാം ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്ത് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. പിന്നെ എനിക്കിപ്പോ ജോലിക്ക് പോണ സമയത്ത് ആരാധനക്ക് ഞായറാഴ്ച പോവാൻ പറ്റില്ല ബ്രദറെ. അപ്പൊ അവിടെ ഇരുന്ന് ഞാൻ ഈ സൂമിൽ കയറും. അപ്പൊ അത് എനിക്ക് ഭയങ്കര അനുഗ്രഹമായി മാറിയൊക്കെയാണ്. ദൈവത്തിന് കോടാനുകോടി നന്ദി എന്റെ യേശുപ്പനും. തീർച്ചയായിട്ടും ബ്രേസ് പറഞ്ഞ പോലെ തന്നെ സിസ്റ്ററുടെ ജീവിതത്തിൽ ഒരു വർഷമായിട്ട് കർത്താവിന്റെ വചനം കൂട്ടായ്മ വളരെ വളരെ വഴികൾ. അപ്പം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ, വചനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ, സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ രോഗത്തിലുണ്ടായിരുന്ന കാലുകളുടെ ദൈവാത്മാവ് പ്രവചനത്തിൽ ഇടപെട്ടതാണ്. കാലുകളുടെ മേൽ വേദനയാൽ മുട്ടിന്റെ പ്രശ്നത്തിൽ നിൽക്കുന്ന വ്യക്തിയെ യേശു തുടർന്ന് പറഞ്ഞ വേദന പൂർണ്ണമായിട്ടും മാറി. പല വിഷയങ്ങളിൽ യേശു അത്ഭുതം ചെയ്തു. ഒത്തിരി സാക്ഷ്യങ്ങൾ ദൈവം ചെയ്തു. കർത്താവിന്റെ കൂടെ നിങ്ങൾ വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുമ്പോൾ നുഖങ്ങൾ ഒടിയുകയാണ്, അഭിഷേകം വർദ്ധിക്കുക എന്നുള്ള തെളിവാണ് ഈ സഭയുടെ സാക്ഷ്യം. ഇനിയും കർത്താവ് വളർത്തും, ഇനിയും അത്ഭുതങ്ങളാൽ ദൈവം നിറയ്ക്കും. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും അത്ഭുതങ്ങളെ കർത്താവ് തുറക്കും. കർത്താവ്